യൂണിറ്റ് 5 ദ ലൈറ്റർ സൈഡ്. ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് ഹ്യൂമറിനെ പറ്റിയാണ്. ഹ്യൂമർ ഈസ് വാട്ട് ആഡ്സ് ടു ദ സ്പൈസ് ഓഫ് ലൈഫ്. ഇവിടെ പറയുന്ന ചാപ്റ്ററുകൾ വൺ ആക്ട് പ്ലേ. നമ്മൾ നേരത്തെ ഒരു വൺ ആക്ട് പ്ലേ പഠിച്ചിരുന്നു. അത് ഹവർ ഓഫ് ട്രൂത്ത്. ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ബൈ ആർച്ച് വുഡ്. ഇത് ഓർക്കാൻ വേണ്ടി പോസ്റ്റ് ഏർലി. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളല്ലേ ഈ റോഡിന്റെ സൈഡിലൊക്കെ പോസ്റ്റ് അത് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുക. വുഡിന്റെ ഒരു കമ്പി പോലെ തന്നെ ആയിരിക്കും പോസ്റ്റ് ഇരിക്കുന്നവ. പോസ്റ്റ് എപ്പോഴും വുഡ് കൊണ്ടായിരിക്കും. അപ്പോൾ ആർച്ച് വുഡ്. പിന്നെ ഓർഗൻ നാഷ് പോയം ഇറ്റ് ഈസ് ഗോയിങ് ടു ഹർട്ട് എ ലിറ്റിൽ ബിറ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹർട്ട് എ ലിറ്റിൽ ബിറ്റ്. ഓഗ്ഡൻ ഡെൻ എന്ന് പറഞ്ഞ ഗുഹ. ഓഗ്ഡൻ നാഷ് പോയം ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് എ ലിറ്റിൽ ബിറ്റ്. പിന്നെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ ആർ കെ നാരായൺ. ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ ആർ കെ നാരായൺ. ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിലെ ക്യാരക്ടേഴ്സ് യങ് ലേഡി അസിസ്റ്റന്റ് ഇവളാണ് പ്രധാന കഥാപാത്രം. പിന്നെ മിസ് സ്മിത്ത്, പിന്നെ മിസ് ജോൺസ്, എ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ, എ ഫാർമർ, എ ഫുസി ഓൾഡ് ലേഡി, മിസ്റ്റർ ഹിഗിൻസ്, ബർട്ടി ഹെർ സൺ, ഹിഗിൻസിന്റെ സൺ, പിന്നെ ഹെർ ഫോറിൻ ടൂറിസ്റ്റ്, പിന്നെ എ പോലീസ്മാൻ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ബൈ വുഡ്. പോസ്റ്റ് വുഡ് കൊണ്ടായിരിക്കും ആർച്ച് വുഡ്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിനെയാണ് ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ആ പോസ്റ്റ് ഓഫീസിലേക്ക് ആദ്യം മിസ്റ്റർ സ്മിത്ത് കയറി വരും. മിസ്റ്റർ സ്മിത്ത് വന്നിട്ട് പറയും കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എനിക്ക് ശരിക്കും ആഘോഷിക്കാനും പറ്റിയില്ല, ഇപ്രാവശ്യം നല്ലോണം ആഘോഷിക്കണം, കാരണം ആൾക്ക് വാദത്തിന്റെ അസുഖമുണ്ട്. ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് പറയും അധികം സ്നോളൊന്നും നടക്കാണ്ടിരുന്നാൽ മതി, അതൊക്കെ ശരിയായിക്കോളെന്ന് പറയും. പിന്നെ സ്മിത്ത് ഒരു ബുക്ക് ഫുൾ ഓഫ് സ്റ്റാമ്പ് മേടിക്കും. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് പറയും അവസാന മിനിറ്റിലെ റഷിനേക്കാൾ നല്ലത് ഈ പോസ്റ്റൊക്കെ അവസാന നേരത്ത് പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിക്കിന്റെ ഇടയിൽ പോസ്റ്റ് ഡാമേജ് ആവാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവരിങ്ങനെ സംസാരിക്കാനിടയ്ക്ക് മിസ്റ്റർ ജോൺസ് കയറി വരും. ഒരു പ്രസന്റ് കൊടുക്കും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അപ്പോൾ അസിസ്റ്റന്റ് പറയും അതിനൊരു 10 and 6 pennies ആവുന്നു, 10 pound and 6 pennies. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ജെന്റിൽമാൻ കയറി വരും. ആളൊരു ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ ആണ്, ശരിക്കും പൊട്ടനാണ്, എന്നാൽ ചെവി വെക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അസിസ്റ്റന്റ് ചോദിക്കും ആൾക്ക് എന്താ വേണ്ടത് ചോദിക്കും. അപ്പോൾ ജെന്റിൽമാൻ പറയും എനിക്ക് ഓൾഡ് ഏജ് പെൻഷൻ വേണമെന്ന്. ആൾ ശരിക്കും പറഞ്ഞാൽ പെൻഷൻ ആണെങ്കിൽ എഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിലാണ് കയറി വന്നേക്കുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് ഹ്യൂമർ എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ പറയും. അത് കഴിഞ്ഞ് ഈ ജെന്റിൽമാൻ മനസ്സിലാവും വഴി തെറ്റി വന്നതാണ്. അപ്പോൾ ജെന്റിൽമാൻ എന്ത് ചെയ്യും, അപ്പോൾ തിരിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞു, അത് ആവശ്യമാണ് വന്നാൾ. പിന്നെ ജെന്റിൽമാൻ സൈഡിൽ നിൽക്കുമ്പോൾ ഈ ഓൾഡ് ലേഡി വരും. ഒരു ഓൾഡ് ലേഡി വന്നിട്ട് ഒരു അഡ്വൈസ് ചോദിക്കും. അപ്പോൾ ഈ അസിസ്റ്റന്റിനോട് അഡ്വൈസ് ചോദിക്കും. അപ്പോൾ ഈ അസിസ്റ്റന്റ് ചോദിക്കും എന്താണ് പ്രശ്നം ചോദിക്കുമ്പോൾ ഈ ഓൾഡ് ലേഡി പറയും എൻ്റെ പൂച്ചക്കുട്ടിക്ക് കാലിന് തീരെ വയ്യാന്ന് പറയും. അപ്പോൾ ഈ അസിസ്റ്റന്റ് പറയും അതിനെ പഠിക്കാൻ വല്ല വെറ്റിനറി ഡോക്ടറാണ് പോയാൽ പോലും ചോദിക്കും. അപ്പോൾ ഈ ഓൾഡ് ലേഡി പറയും ഞാൻ ഇതൊരു വെറ്റിനറി ഡോക്ടറുടെ സ്ഥലമാണ്. അപ്പോൾ ഇതല്ലേ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പറയും വെറ്റിനറി ഡോക്ടറുടെ കട അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ട് പറയും. അങ്ങനെ ഓൾഡ് ലേഡി താങ്ക് യു എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പോസ്റ്റ് ഇത് വരും. എന്ത് I would buy something from your lovely post office. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 2 penny and half penny സ്റ്റാമ്പ് വെച്ചിട്ട് ആ ഓൾഡ് ലേഡി പോകും. അങ്ങനെ ജെന്റിൽമാൻ ആ പാപ്പൻ ആ മാമനെ കാണുമ്പോൾ എന്താണോ ആൾക്ക് വെറുതെ ഇങ്ങനെ ചോദിക്കാൻ തോന്നും, ഇങ്ങനെ ചോദിക്കാൻ തോന്നും ഈ പൂച്ചക്കുട്ടികളെ അടിപ്പിക്കുന്ന നല്ലോണം അറിയാം, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതി പറയും. അപ്പോൾ ഒരു കർഷകൻ കയറി വരും. കർഷകൻ കയറി വന്നിട്ട് ആളുടെ പാർസൽ അവിടെ ഇട്ടിട്ട് എത്രയാവും ചോദിക്കും. അപ്പോൾ 199 pennies എന്ന് പറയും. അപ്പോൾ ഫാർമർ തമാശയ്ക്ക് ചോദിക്കും ഡു യു ഹാവ് എനി ബോംബ്സ് ഇൻ ദ പോസ്റ്റ് യെറ്റ്, എവിടെയെങ്കിലും വല്ല ബോംബ് അങ്ങനെ കിട്ടിയാൽ. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കും ബോംബോ, അതെന്താ ബോംബൊക്കെ. അപ്പോൾ ഫാർമർ പറയും അതല്ല ഇപ്പോഴത്തെ പത്രത്തിലൊക്കെ വായിച്ചില്ലേ ഈ പറയുന്ന ബോംബൊക്കെ കിട്ടുന്നത് ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ ഈ പറയുന്ന പോലെ ബോംബ് കിട്ടിയെന്ന് കേട്ടില്ലേ, അപ്പോൾ ടൈം ബോംബായിരിക്കും എന്നുള്ള രീതി പറയും. അപ്പോൾ ഫാർമറിന് ഒരു പണിയില്ലാണ്ടൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫാർമറിനെ പറയും അതിങ്ങനെ പൊട്ടി തീർക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ അസിസ്റ്റന്റിനെ മേടിക്കും. അങ്ങനെ മിസ്റ്റർ ജോൺസ് വരും. മിസ്റ്റർ ജോൺസ് പറയും മിസ്റ്റർ ബ്രൗൺ ഇസ് ഫ്രം ദ ഫാം. അപ്പോൾ ഫാർമർ പറയും ഓ യെസ് മിസ്റ്റർ ജോൺ ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് യു. പിന്നെ കുറച്ച് ഫാർമർ ജോണോട് സംസാരിക്കും. പിന്നെ മിസ്റ്റർ ഹിഗിൻസ് വന്നിട്ട് മിസ്റ്റർ ഹിഗിൻസിന് മകനുണ്ട്. അത് ഇങ്ങനെ ഈ ഹിഗിൻസിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത് മകനോട് സംസാരിക്കും. അതുപോലെ സംസാരിച്ച് മകനെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഒരു എഞ്ചിൻ മേടിച്ചു കൊടുക്കണം, ട്രെയിനിൻ്റെ എഞ്ചിൻ മേടിച്ചു കൊടുക്കണം, മേടിച്ച് കിട്ടണം ഒരു ആഗ്രഹമുണ്ട്. അവരുടെ അമ്മയാണ് അതിനെ സമ്മതിക്കണില്ല. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രിട്ടീഷ് ചോദിക്കും എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുമെന്ന്. അപ്പോൾ അമ്മ പറയും അത് പറ്റില്ല, ഈ പറയുന്ന തണ്ട കാലത്തൊന്നും ഈ ഐസ്ക്രീം ഒന്നും തിന്നാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അസിസ്റ്റന്റ് ചോദിക്കും എന്താണ് ഹിഗിൻസിന് ചെയ്തു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഹിഗിൻസ് പറയും നാഷണൽ സേവിങ്സിൽ നിന്ന് എനിക്ക് മണി തിരിച്ചെടുക്കണം എന്ന് പറയും. അപ്പോൾ അസിസ്റ്റന്റ് ആളുടെ ബുക്കൊക്കെ ചോദിക്കും, എന്നിട്ട് ആ ഫോമൊക്കെ ഫില്ല് ചെയ്യും. പിന്നെ ആണ് മെയിൻ ആളുടെ എൻട്രി ടൂറിസ്റ്റ് ചാടി വന്നിട്ട് പറയും ഗുഡ് മോർണിംഗ്. അപ്പോൾ അസിസ്റ്റന്റ് ഗുഡ് മോർണിംഗ് സാർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അങ്ങനെ ടൂറിസ്റ്റ് വന്നിട്ട് ഒരു പാർസൽ കൊടുക്കും. അങ്ങനെ ടൂറിസ്റ്റ് ആ പാർസൽ അവിടെ വെച്ചിട്ട് ആളെ പാർസൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആളുടെ ഗ്ലൗസും അവിടെ തന്നെ ഇട്ടിട്ട് പോകും. നല്ല ടൂറിസ്റ്റ്. എന്നിട്ട് പാർസൽ അവിടെ വെച്ചിട്ട് പോകും. കുറച്ച് നേരം അവർ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫാർമർ അവിടെ നിൽക്കുമ്പോൾ ഫാർമർ ഇങ്ങനെ ശബ്ദം കേൾക്കും ടിക് ടിക് ടിക്. അപ്പോൾ ഫാർമറിന് ഡൗട്ട് ആവും എന്താണ് ശബ്ദം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് കൊണ്ടുവച്ചാൽ വെട്ടിന്നാണ് ശബ്ദം വരുന്നത്. അപ്പോൾ ഫാർമർ പറയും ഇപ്പോൾ വല്ല ടൈം ബോംബാണോ. അങ്ങനെ പറഞ്ഞിട്ട് ഫാർമർ അവിടെയുള്ള എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഓൾഡ് ലേഡിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും സംശയവും. അങ്ങനെ ഒരു പോലീസിനെ വിളിക്കും. എന്നിട്ട് പറയും ഈ പെട്ടി പൊളിച്ച് നോക്കാന്ന്. അങ്ങനെ ഒരു പെട്ടി പൊളിച്ച് നോക്കാൻ നേരത്ത് പോലീസൊക്കെ വരും. എന്നിട്ട് ടൈം ബോംബാന്ന് എഴുതിയിട്ട് ഈ ഫാർമറും ബാക്കിയുള്ളവർക്ക് വെള്ളം എടുക്കാനും പോകും. ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് ബോംബ് അങ്ങനെയാണെങ്കിൽ പൊട്ടുമ്പോൾ കോഴി ഒഴിക്കാവുന്ന രീതിയിൽ നിൽക്കും. അങ്ങനെ പോലീസ് വന്ന് പെട്ടി പൊളിക്കാൻ നേരത്ത് ബാക്കി എല്ലാവരും ഒളിച്ചിരിക്കും പല സ്ഥലങ്ങളിൽ. എന്നിട്ട് പെട്ടി പോലീസ് ഇങ്ങനെ അടിച്ചടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ടൂറിസ്റ്റ് ഗ്ലൗസ് നടന്നിട്ട് എടുക്കാൻ വരാം. അങ്ങനെ ടൂറിസ്റ്റ് ഗ്ലൗസ് എടുക്കാൻ വരുമ്പോൾ തൻ്റെ പെട്ടി ഇങ്ങനെ പൊളിക്കാൻ കാണുമ്പോൾ ആൾക്ക് നല്ല ദേഷ്യം വരും. അങ്ങനെ ആൾ പറയും എല്ലാവർക്കും കംപ്ലൈൻറ്റ് ചെയ്യും, കാരണം അത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വെച്ച ക്ലോക്കാണ്, ഓൾ ദ വേ ഫ്രം സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഐ ബ്രിങ് ദിസ് ബ്യൂട്ടിഫുൾ ക്ലോക്ക് ആൻഡ് ലുക്ക് ലൈക്ക് ഇറ്റ് വാസ് റൂയിൻഡ്. ഐ വിൽ സൂ യു ഓൾ ബ്ലണ്ടറിംഗ് ഇഡിയറ്റ്സ്. ഐ വിൽ നെവർ പോസ്റ്റ് എനിത്തിങ് ദിസ് കൺട്രി അഗൈൻ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് I will see the post master general about this. പോസ്റ്റ് മാസ്റ്റർ ജനറലിനോട് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പോകും. ചിലപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ ലെറ്റർ എഴുതാൻ പറയും, അതറിയില്ല. പിന്നെ അപ്പോൾ പോലീസ് ഇങ്ങനെ അസിസ്റ്റന്റിനോട് ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് പറയും ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ വല്ല ആനിമൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ആനിമൽസ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ച് വട്ടുകൂടില്ല. ഇതുപോലെയുള്ള മനുഷ്യന്മാരുണ്ട് ഓരോ ടൈം ബോംബ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ പഠിപ്പിച്ച് തൻ്റെ ജോലിയും തെറിപ്പിച്ച് കളഞ്ഞു പോകുന്നവർ. അങ്ങനെ രീതിയിലും പറഞ്ഞിട്ട് ഈ നാടകം അവസാനിക്കും. എന്തിട്ട് കഥയല്ലേ. അങ്ങനെ ആർച്ചുകൂട്ടിൻ്റെ ആ കഥയും കഴിഞ്ഞു. ഇവിടെ ഒരു പേര് പറയുന്നത് his plays are well known for simplicity of language, dramatic settings and subtle presentations of stock characters. The action of the plays take place inside a small post office in English village and centers around a parcel that is mistaken for a time bomb. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പാരഗ്രാഫിൻ്റെ മുന്നിൽ എഴുതി വയ്ക്കാം. പിന്നെ അനൗൺസ്മെന്റിന്റെ ഇത് എഴുതാം, നാടകം സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ്. ഈ നാടകം എല്ലായിടത്തും അവതരിപ്പിക്കണതിന്റെ അപ്പോൾ അതിൽ പ്ലേ, ഡയറക്ഷൻ, മ്യൂസിക്, ടൈം, ഡേറ്റ്, വെന്യൂ, സ്ക്രിപ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ആക്ടേഴ്സിന്റെ പേര് അതൊക്കെ എഴുതണം. റിവ്യൂ റൈറ്റിംഗും ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് എ ലിറ്റിൽ ബിറ്റ് ബൈ ഒഡൻ നാഷ്. വൺ തിങ് ഐ ലൈക്ക് ലെസ് ദാൻ മോസ്റ്റ് തിങ്സ് ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് മൈ മൗത്ത് വൈഡ് ഓപ്പൺ. ഇവിടെ കവി ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ക്ലിനിക്കിൽ പോയിട്ട് ആളുടെ ചെയറിൽ വാപ്പൊളിച്ചിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ ഈസ് എ ഹോപ്പ് ദാറ്റ് ഐ ആം അഗൈൻസ്റ്റ് ഹോപ്പ് ഓപ്പൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എപ്പോഴും ഈ ചെയറിൽ വന്നിരിക്കുമ്പോൾ വിചാരിക്കും ഇനിയൊരു വട്ടം കൂടി പോലെ ഇരിക്കേണ്ടി വരില്ല, ഇതോടെല്ലാം തീരുന്നു. പക്ഷേ ആ ഒരു ചിന്താഗതി വെറും ചിന്താഗതി മാത്രമാണ്, വെറും പ്രതീക്ഷയാണ്. അത് ഒരിക്കലും അങ്ങനെ ആയിട്ടും കൂടെ ഇല്ല. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ടോർച്ചേഴ്സ് ആർ മെന്റൽ ബട്ട് ദ വൺ തിങ് ദാറ്റ് ഈസ് ബോത്ത് ഈസ് ഡെന്റൽ. ഡെന്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്കലി മെന്റലിയും നമ്മൾ ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. നമ്മുടെ വായിൽ ഡോക്ടർമാർ പല്ലിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നെഞ്ചിന്റെ അവിടേക്ക് ഈ പറയുന്ന വേദന താഴ്ന്നിറങ്ങുന്നു എന്നാണ് കവി പറയുന്നത്. സോ ഹാർഡ് ടു റിറ്റെയിൻ യുവർ കാം വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ആൾട്ടർനേഷൻ ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടന്റ് ലൈൻ ഇൻ യുവർ പാം. നമ്മുടെ കയ്യിലെ ഈ വരകളൊക്കെ പുതിയ രീതിയിൽ മാറുന്ന രീതി. നമ്മൾ ഈ ഡോക്ടർമാരുടെ സീറ്റ് പോയി നമ്മൾ ഇങ്ങനെ കൈ അങ്ങോട്ട് പിടിക്കില്ല, വേദന വരുമ്പോൾ പല സീറ്റുമൊക്കെ അതുപോലെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഹാർഡ് ടു ഗീവ് യുവർ യൂഷ്വലി എഫക്ട് ഓഫ് ചെറി ഡിഗ്നിറ്റി മീൻസ് കൈൻഡ്നസ് വെൻ യു നോ യുവർ പൊസിഷൻ ഈസ് 1 of 2 or 3 ഇൻ ലൈഫ് മോസ്റ്റ് ലാക്കിംഗ് ഇൻ ഡിഗ്നിറ്റി ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായ പറയുന്നത് റോഡ് പോലെയാണ്, അതിലിങ്ങനെ ഈ ഡോക്ടർമാർ പണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലട്ടേഡ് അപ്പ് വിത്ത് സ്റ്റോൺ ക്രഷേഴ്സ് ആൻഡ് കോൺക്രീറ്റ് മിസ്റ്റേഴ്സ് ആൻഡ് ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ് ആൻഡ് ദർ ഈസ് ഇൻ എ നെർവ് ഇൻ യുവർ ഹെഡ് ദാറ്റ് യു ആർ ഇൻ ബീങ് വർക്ക്ഡ് ഓൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ ഇങ്ങനെ അവരുടെ സിമെന്റ് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് മിസ്റ്റർ ഉദ്ദേശിക്കുന്നത് പല്ല് കെട്ടുമ്പോൾ പല്ലടയ്ക്കുമ്പോൾ നമ്മളെ ഒഴിക്കുന്ന സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള എല്ലാ നെർവുകളും സ്റ്റിമുലേറ്റഡ് ആവുന്നതാണ് കവി പറയുന്നത്. Some people are unfortunate enough to be stung up by the thumbs and others have things done to their gums and your teeth are supported to being polished but you have no reason to believe they are being demolished. പല്ലിനെ സംരക്ഷിക്കാൻ നോക്കിയിട്ട് ഇവർ പല്ലിനെ കേടാക്കാനുള്ളതാണ് കവി ആലോചിക്കുന്നത്. ആൻഡ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ഓഫ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഈ ഡോക്ടർ എന്ന് പറയുന്നത് കണ്ണാടിയുടെ ഉപയോഗത്തോടു കൂടിയാണ്. മിററിൽ എപ്പോഴും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിരിക്കുമല്ലോ. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഡോക്ടർ ഈ ഒരാളുടെ പേഷ്യന്റിന്റെ വായിൽ ഇങ്ങനെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർജറി പോലെ ചെയ്യുന്നത്. Because the dentist may be a beer, or as the Romans used to say, only they were referring to female beer when they said it an urza. But all urza is beer എന്നാണ് അർത്ഥം. But all the same, how can you be sure that he takes his crowbar in one hand and the mirror in other? You won't get mixed up the way you do when you try to tie a bow, tie with the aids of a mirror and forget that left is right and vice versa. എന്നുവെച്ചാൽ നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മുടെ ഇടത് ഭാഗം വലത് ഭാഗമായിട്ടും വലത് ഭാഗം ഇടതുഭാഗമായിട്ട് തോന്നില്ലേ? അതുപോലെ ഡോക്ടർമാർക്ക് ഇങ്ങനെ പല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റാതെ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കവി ആലോചിക്കുന്നത്. And then at last he says that will be all, but isn't because he scots your mouth from cellar to roof with something that I suspect is generally used to put a shine on the walls roof. ഈ വായുടെ മോളോട്ട് അറ്റം വരെ എന്തോ ഒരു സാധനം വെച്ച് കോട്ടയാണ്. അത് കാണുമ്പോൾ കവിക്ക് ഓർമ്മ വരുന്നത് ഈ കുതിരയൊക്കെ കുപ്പിറ്റി മിനുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം പോലെയാണ്. അതുപോലെ ആൻഡ് യുവർ ടോർച്ചർ ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക് ഇറ്റ്സ് ഓൾ ഓവർ നൗ ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി ദിസ് വൺസ്. ഈ ഒരു പ്രാവശ്യം കൂടി ഉള്ളൂ, ഇനി അടുത്തൊരു വട്ടം ഇവിടെ വരേണ്ടി വരില്ല, പല്ലെല്ലാം ശരിയായി എന്ന് വിചാരിച്ചാണ് കവി ഇരിക്കുക. ആൻഡ് ഈ സേസ് കം ബാക്ക് ഇൻ 3 months എന്ന് വെച്ചാൽ 3 മാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരാൻ വേണ്ടി ഡോക്ടർ പറയും. അതോടെ ഈ കവിയുടെ ക്ലിപ്പും. ആൻഡ് ദിസ് ഓഫ് എയ്റ്റ് ഈസ് ഐ തിങ്ക് ഈസ് ദ മോസ്റ്റ് വിഷ്യസ് വെരി ബാഡ് സർക്കിൾ that's every sense the man has to go continuously to dentist to keep his teeth in good condition when the chief reason he want is the teeth in good condition is so that he won't have to go to the dentist. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു സർക്കിൾ പോലെയാണ്. കവിയുടെ ആവശ്യം തെറ്റാ, പല്ല് കേടാവാതിരിക്കണം, പല്ല് ഇനി ഒരു വട്ടം കൂടെ ഡെന്റിസ്റ്റിനെ കാണാതിരിക്കാവുന്ന രീതിയിൽ പല്ലിന് ഇനി യാതൊരു കംപ്ലൈന്റ് വരരുത്. പക്ഷേ ഡെന്റിസ്റ്റ് പറയും ഇനി ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ ആയോ പല്ല് ശരിയായി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പല്ല് ശരിയാക്കാൻ വേണ്ടിയാണ് ക്ലിനിക്കിൽ പോകുന്നത്. പക്ഷേ പല്ല് ശരിയാകുമ്പോൾ നമുക്ക് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ രീതിയിൽ ഇതൊരു ലൂപ്പ് പോലെ തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിനാണ് ഇവിടെ വിഷ്യസ് സർക്കിൾ, വെരി ബാഡ് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ ദ പോയം, ഇവിടെ ഒരു കാര്യം പറയുന്നത് the exaggerated expressions he uses in his poems gives a special charm to this poem. The poem this is going to hurt just a little bit is humorous graphic description of the experience of the poet while sitting in a dentist chair. ഈ വരി പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇതിന് ചോദിക്കുക എക്സാജറേഷൻ എന്താണ്, എക്സാജറേഷൻ്റെ എക്സാമ്പിൾസുകൾ ചോദിക്കും. ഈ പാഠത്തിൽ എന്തിനെ പറ്റി ചോദിച്ചാൽ എക്സാജറേഷൻ എങ്കിലും മറ്റ് ലിസ്റ്റ് എഴുതി വെക്കണം. പിന്നെ ചോദിക്കുക ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണ്. പിന്നെ അടുത്ത പാഠം ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ R.K. നാരായൺ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് റീകൺസ്റ്റിറ്റ്യൂഷൻ ആർ ലൂബ്രിക്കൻസ് വിച്ച് ഹെൽപ്സ് ലൈഫ് ടു റൺ സ്മൂത്ത്. Respect the feelings of others and to sacrifice personal interest. At a time we may be laugh at, but still we can attempt to change the way of the world. Now read crime and punishment. Crime and punishment ഒരു മാഷിനെ കൂട്ടിയും കഥയാണ് പറയുന്നത്. ഇവിടെ എന്താണ് ക്രൈം എന്താണ് പണിഷ്മെന്റ് എന്ന് മിക്കപ്പോഴും ചോദ്യം വരാറുണ്ട്. ഇവിടെ ആദ്യം തന്നെ മാഷി കുട്ടിയോട് എത്രയാണ് 16x3 എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ ഇടയ്ക്ക് ഇങ്ങനെ മാഷിനെ കളിയാക്കുന്ന രീതിയിൽ 24 പറയും. ഈസ് ട്രൈങ് ടു ഫൂൾ. എത്ര പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താലും ഇവൻ ഈ ഇറർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോയ് പ്ലീസ് എപ്പോഴും ഇങ്ങനെ പറയും 24 എന്ന്. ഇവന്റെ അച്ഛൻ്റെ ആഗ്രഹം ഇവനെ ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ട് പാസ്സാക്കണം എന്നാണ്. ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് മിസ്റ്റേക്ക് പറയുമ്പോൾ ഈ മാഷിന് ദേഷ്യം വരും. ഹിസ് ബ്ലഡ് ഈസ് റണ്ണിങ് ടു ഹിസ് ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിന് നല്ലോണം ദേഷ്യം വരും. ഫിംഗേഴ്സ് വർ റിലീസിംഗ് ദ ട്രിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിന് ദേഷ്യം വന്ന് തല്ലാനും ഓങ്ങണ രീതിയിലാവും. അങ്ങനെ അവസാനം ഈ സ്ലാപ്സ് ഇൻ ദ യങ്സ്റ്റേഴ്സ് ചീക്ക്. അവസാനം അവന്റെ മുഖത്ത് നോക്കി പടം കൊടുക്കും. ബോയ് ഗേസ് ആൻഡ് ബേഴ്സ്റ്റ് ഇൻ ടു ദ ടിയേഴ്സ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാഷിന് റീഗെയിൻ ഈസ് നോർമൽ വിഷൻ. അപ്പോൾ ഇവൻ ഈ മാഷ് പറയും സോറി എന്നൊക്കെ പറയും. പക്ഷേ കൊച്ചു പറയും ഇല്ല ഞാൻ അമ്മോട് പറഞ്ഞു കൊടുക്കുന്ന രീതി പറയും. ഈ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ മെയിൻ ബിൽഡിംഗിൽ കുറച്ച് നീങ്ങിയിട്ടായിരുന്നു. ഇവന്റെ അമ്മയും അച്ഛനും ഇവനെ ഒരു ഏഞ്ചൽ മാലാഖനെ പോലെയാണ് വളർത്തിയിരുന്നത്. എപ്പോഴും ചിരിച്ച് കളിച്ച് ഓൺലി സ്വീറ്റ്നസ് ഓൺലി വിങ് ലാക്കിംഗ്, ഒരു ചെറുകിന്റെ കുറവും കൂടി ഇവനുള്ളൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇവന് ഇഷ്ടംപോലെ അഫെക്ഷനും ആമ്പിൾ മണിയും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇവന് വേണ്ടി നഴ്സറിയും മിനിയേച്ചർ ഫർണിച്ചേഴ്സും എക്സ്പെൻസീവ് ടോയ്സും പിന്നെ പെഡൽ മോട്ടർ കാറും അതുപോലെ കബേർഡിൽ നിറച്ച് സ്വീറ്റ്സും ബിസ്ക്കറ്റുകളും മേടിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ
ഇവന്റെ അച്ഛൻ എപ്പോഴും പറയും അടിച്ചമർത്തലുകളൊന്നും ഈ കൊച്ചിന്റെ നേരെ ഉണ്ടാവരുതെന്ന്, ഹെൽത്തി സിറ്റിസൻസിനെ വേണം നമ്മൾ ഉണ്ടാക്കുന്നത്. അവന്റെ അച്ഛൻ എപ്പോഴും ഈ മാഷിനെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാഷിന് എല്ലാ ദിവസം കിട്ടിയിരുന്നത് 30 രൂപയാണ്. 30 രൂപ. ദേ പെയ്ഡ് ഹിം ഓൺ എവരി ഫസ്റ്റ് ഡേ 3 hours ഓഫ് എവരി ഈവനിങ്. എല്ലാ ദിവസവും ഈവനിങ് 3 മണിക്കൂറാണ് ക്ലാസ്. ഫസ്റ്റ് ആൻഡ് ഹാഫ് അവർ ദർ ഹി ഹാഡ് ടു ലിസൺ ടു ചൈൽഡ് സൈക്കോളജി തിയറി ഓഫ് പാരന്റ്സ്. ഇതിൽ 3 മണിക്കൂറിൽ ആദ്യത്തെ 1.5 മണിക്കൂർ ഈ മാഷിനെ ഇവരുടെ അച്ഛനും അമ്മയും ഉപദേശിക്കും, ഈ ചിൽഡ്രൻസിന്റെ സൈക്കോളജി പറഞ്ഞു കൊടുത്തിട്ട്. അതുപോലെ ഇവർ ഈ ബോയിനെ ഒരു തിൻ ഗ്ലാസിനോടാണ് ഉപമിക്കുന്നത്. തിൻ ഗ്ലാസ് പോലെ പൊട്ടാതെ, അത്രയും പൊട്ടാതെ സൂക്ഷ്മതയോടെയാണ് ഈ അച്ഛനമ്മയും ഈ മകനെ വളർത്തിയത്. പക്ഷേ ഈ മാഷിന്റെ അഭിപ്രായത്തിൽ ഈസ് ലൈക്ക് എ ലിറ്റിൽ ഗൊറില്ല. അവനൊരു ഗൊറില്ലാനെ പോലെയാണ്, ഭയങ്കര കുസൃതി നിറഞ്ഞവനാണ്. അവസാനം ടീച്ചർ ഇവനെ കരച്ചിൽ നിർത്താൻ വേണ്ടി പറയും, നീ ഒരു നല്ല പട്ടാളക്കാരനെ പോലെ യു ആർ ലൈക്ക് എ സോൾജിയർ. അപ്പോൾ ഈ കൊച്ചു പറയും, സോൾജിയർ എന്ന് പറഞ്ഞാലും സോൾജിയറിനെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ സോൾജിയർ വെടിവെക്കും തിരിച്ച്. അപ്പോൾ ആ മാഷ് ഇങ്ങനെ തള്ളികളയും, ചിരിച്ചോണ്ട് തള്ളികളയും. അവസാനം ബോയ് ഡിസൊബേഡ് ആൻഡ് കമാൻഡഡ്. ഇന്നത്തെ പഠിപ്പൊക്കെ ഇന്ന് മതിയാക്കിക്കോന്ന് പറഞ്ഞ് ബോയ് വാഗ്ദാനം ചെയ്യും. ഇന്നത്തെ പഠിക്കൽ നിർത്തിയില്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായി. പിന്നെ ബോയ് പറയും, പോയിട്ട് എഞ്ചിൻ ഓൺ ദ റെയിൽസ്, നമുക്ക് ഇനി എഞ്ചിൻ ഓൺ ദ റെയിൽ കളിക്കാം. അതായത് ഇന്ന് ഒരു ഇന്ത്യൻ ലെസൺ പോലെ, തീവണ്ടിയായിട്ട് ബന്ധപ്പെട്ട ലെസൺ പോലെ നമുക്ക് കളിക്കാം, തീവണ്ടി എടുത്ത് വരും. അങ്ങനെ ബോയ് പറയും, ഞാൻ ഈ എഞ്ചിൻ ഡ്രൈവറും നീ എഞ്ചിൻ മാഷാണെന്ന് മാഷിനോട് പറയും. യു മസ്റ്റ് ബി സ്റ്റേഷൻ മാസ്റ്റർ പ്രൊക്ലെയിം ചെയ്ത ബോയ്. പിന്നെ ഈ മാഷ് പറ്റില്ല എന്ന് പറയുമ്പോൾ ബോയ് മേർലി സ്മൈൽഡ് ഇൻ എ സുപ്പീരിയർ വേ, ഒരു ആർട്ടിക്കുള്ള ചിരിച്ചിരിക്കും. മാഷാണ് ഭയങ്കര നോയിടാവും. ഈ മാഷ് തീരെ ചെയ്യാൻ പറയുമ്പോൾ ഇവനെ തന്നെ കൗളിപ്പിടിച്ച് പറയും, എനിക്ക് നല്ലോണം ഇറക്കിയിട്ടുണ്ട്. അത് ഭീഷണി രീതിയിലാണ് പറയാം. അപ്പോൾ മാഷ് വഴിയില്ലാണ്ട് ഇവന്റെ കളിച്ച് നിൽക്കും. അങ്ങനെ ഇവനോട് ചോദിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറയും, ബ്ലോ ദ വിസിൽ ആൻഡ് ക്രൈ, എഞ്ചിൻ ഡ്രൈവർ പ്ലീസ് സ്റ്റോപ്പ് ദ ട്രെയിൻ. ഇത്രയാണ് എഞ്ചിൻ മാഷിനോട് പറയാം. മാഷിനോട് പറയാം. പക്ഷേ ഒരു ഹഞ്ച് അപ്പ് ഇൻ ദ കോർണർ ആൻഡ് ഒബേഡ്. ഹഞ്ച് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാര ഇല്ലാതെ ഇരിക്കുക, സിറ്റ് വിത്തൗട്ട് സപ്പോർട്ട് ഓഫ് ദ ചെയർ. അതിന്റെ ഇടയിൽ എഞ്ചിൻ ആടാകുമ്പോൾ ഇവൻ പറയും, ഇതൊന്ന് ശരിയാക്കി തരാൻ. അപ്പോൾ ഈ മാഷ് പറയും, ഐ ആം നോൺ മെക്കാനിക്, ഐ കുഡ് നോട്ട് ടേൺ എ സിംപ്ലസ്റ്റ് സ്ക്രൂ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇവൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ അപ്പനോട് പറഞ്ഞു കൊടുക്കും. അവസാനം ഇവൻ പറയും, അങ്ങനെ കാര്യം ചെയ്യും, എനിക്കൊരു കഥ പറഞ്ഞു തരാൻ പറയും. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്യും, അലാദിന്റെ ലാമ്പിന്റെ കഥ പറയാൻ നോക്കും. പിന്നെ അലിബാബ ആൻഡ് 40 തീവ്സിന്റെ കഥ പറയാൻ നോക്കും. അങ്ങനെ പല കഥകൾ പറഞ്ഞു ഓർക്കാൻ നോക്കും. പിന്നെ അവസാനം ഈ ബോയ് എന്ത് ചെയ്യും, all sudden he started to run all sudden towards the house and the teacher started after him. The boy was fast for him, wheeled by madly. അവസാനം ഇങ്ങനെ ഓടികളിക്കുന്നത് വരെ അച്ഛനമ്മ കാണും. അപ്പോൾ അച്ഛനമ്മ ചോദിക്കും, എന്തിനെ പറ്റിയ മാഷിനോട് ചോദിക്കും. അപ്പോൾ മാഷ് ബോയുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ ബോയ് പറയും, ഒന്നും ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ആൻസർ ചോദിക്കും, എന്നിട്ട് നിങ്ങളുടെ 16ാമത്തെ ടേബിൾ പഠിപ്പിച്ചെത്തിയോ ചോദിക്കും. അപ്പോൾ മാഷ് പറയും, 16ാമത്തെ ടേബിൾ പഠിച്ച് താറായി എന്ന് പറയും. മാഷി ബോയിനെ സപ്പോർട്ട് ചെയ്ത് പറയും. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഗുഡ് നൈറ്റ് സാർ, വി ഫിനിഷ്ഡ് അവർ ലെസൺ early and I was just playing about with the child, sometimes something to keep up in spirit, you know. അങ്ങനെ പറഞ്ഞിട്ടാണ് കഥ അവസാനിക്കുന്നത്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ടു ഡയറക്റ്റ് സ്പീച്ചും പിന്നെ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസും ഇഫ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പ്രിപ്പോസിഷൻസിന്റെ എക്സാമ്പിളുകൾ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ എസ്സേ റൈറ്റിംഗ് ചോദിക്കാം. എസ്സേ റൈറ്റിംഗ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ഇപ്പോഴത്തെ പിള്ളേരെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ എഡിറ്റ് ദ പാസേജ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ പാട്ടിലുള്ളത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.